ഇന്നത്തെ റെസിപ്പി ഒരു ദോശയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എങ്കിൽ വ്യത്യസ്തമായ ഒരു ടേസ്റ്റുള്ള ദോശ. എപ്പോഴും നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ അരിയും ഉഴുന്നും ചേർത്തരച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇത് ഉഴുന്ന് കൂടുതലായിട്ട് കുറച്ച് ചോറൊക്കെ ചേർത്തിട്ട് ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്തമായ രുചിയിലൊരു ദോശ. പക്ഷെ വളരെ സോഫ്റ്റ് ആണ്. പുറമേ കാണുമ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ദോശ പോലെ തോന്നും, പക്ഷെ ക്രിസ്പി അല്ല, ഒട്ടും തന്നെ ക്രിസ്പി അല്ലാതെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത്. അപ്പോൾ ഇത് നമ്മൾ അരച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം, ഉടനെ തന്നെ ഉണ്ടാക്കാം. അത് നിങ്ങൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് പോലെ ഇരിക്കും. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കണം എന്നില്ല. പക്ഷേ ഉടനെ തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിലോ 10 മിനിറ്റിനുള്ളിലോ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ദോശമാവ് മിക്സ് ചെയ്യുക, ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് മറക്കാതെ നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വ്യത്യസ്തമായ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമാകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ദോശയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടി ദോശ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് 3 ടീസ്പൂൺ മൈദപ്പൊടിയാണ്. അപ്പോൾ നമ്മളിതെല്ലാം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ് മിക്സിയുടെ ജാറിൽ. നമ്മുടെ ദോശമാവിൻ്റെ പാകത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ 2 മണിക്കൂറിൽ കൂടുതൽ ഉഴുന്ന് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 2 മണിക്കൂർ മാത്രം സോക്ക് ചെയ്താൽ മതി. പിന്നെ ചോറ് എടുക്കുമ്പോൾ പച്ചരിയുടെ ചോറ് ഒഴിവാക്കിയിട്ട് നമ്മുടെ ചോറുണ്ടെന്ന അരിയുടെ ചോറുണ്ടല്ലോ, പച്ചരി അല്ലാതെ ഉള്ള എന്താ പറയുക, പുഴുക്കലരിയുടെ ചോറ് എടുക്കുക. അങ്ങനത്തെ ചോറാണ് ഇതിന് നല്ലത്. നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി അരി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് പച്ചരി വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിതെല്ലാം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മിക്സിയുടെ വലിയ ജാറിൽ ഒറ്റ ബാച്ചായിട്ട് തന്നെ അരയ്ക്കാൻ പോവാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഒരു ചെറിയ സവോള വേണം, 2 പച്ചമുളക് വേണം. ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചെയ്യാം. നമുക്ക് വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറും അതുപോലെ തന്നെ നമ്മുടെ മൈദപ്പൊടിയും ചേർക്കുക. ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല, അപ്പോൾ ഉപ്പ് പിന്നീടേ ചേർക്കുന്നുള്ളൂ. ഇത് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ ഭാഗത്തിലാക്കി അരയ്ക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മാവ് അരച്ചെടുത്തു കേട്ടോ. ഞാൻ മെഷറിംഗ് കപ്പിൽ 1.25 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത് ഇത് അരയ്ക്കാനായിട്ട്. ഇത് കണ്ടോ, ഈ ഒരു പാകത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് അരച്ചെടുക്കാം, കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിക്കായിട്ട് അരച്ചെടുക്കാം. ഞാനിങ്ങനെ അരച്ചെടുത്തതെന്ന് വെച്ചാൽ ഞാൻ കുട്ടി ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കാം. അങ്ങനെ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നമുക്ക് വേഗം തന്നെ ദോശ ഉണ്ടാക്കാം. ഞാൻ പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പാകത്തിലാണ് ഇരിക്കുന്നത്, കണ്ടോ. ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ചേർക്കേണ്ടി വരും. അതിപ്പോൾ തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ദോശയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ, ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ കറക്റ്റ് ചെയ്തോളൂ. ഞാനപ്പോൾ 1 മണിക്കൂർ മാറ്റി വയ്ക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സവോളയൊക്കെ റെഡിയാക്കി എടുക്കാം, പച്ചമുളക് റെഡിയാക്കി എടുക്കാം. പച്ചമുളകും സവോളയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ പീസ് മതി കേട്ടോ, വളരെ ചെറിയ പീസ് മതി. സവോളയാണെങ്കിലും ഇതിൻ്റെ പകുതി മതി. ഞാനിപ്പോൾ ഒരു ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്, ഇതിൻ്റെയും പകുതി മതി. പച്ചമുളക് എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുക്കാം, എരിവ് കുറവാണെങ്കിൽ 2 എടുക്കാം. എൻ്റെ കയ്യിലുള്ള പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്, അപ്പോൾ ഞാൻ 1 പച്ചമുളകാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കെല്ലാം വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, പൊടിയായിട്ട് മുറിക്കാമെന്നറിയില്ല, ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ദോശമാവിലേക്ക് നന്നായിട്ട് മിക്സ് ആവണം. നമ്മുടെ ഊത്തപ്പം പോലെ മേളിൽ വിതറിയിടുകയല്ല ചെയ്യുക, നമ്മളിതൊന്ന് മാവിലേക്ക് തന്നെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഏറ്റവും ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിനി ഈ സവോളയുടെയും ഒരു 1/2 പോർഷൻ മാത്രം എടുക്കുകയാണ്. ബാക്കി 1/2 നമുക്ക് ചട്നി ഉണ്ടാക്കാം.
അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഇന്നിപ്പോൾ ഒരു സിമ്പിൾ നമ്മുടെ ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാകുമ്പോൾ വേഗം പരിപാടികൾ കഴിയും. സവോളയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിക്കാം, ചെറുതായിട്ട് മുറിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ മുറിക്കുന്ന പോലെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളകും കൂടി മുറിച്ച് ചേർക്കാം. പച്ചമുളക് മുറിക്കുമ്പോൾ കൈ പുകയും ചില ആളുകൾക്ക്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പച്ചമുളക് കൈ കൊണ്ട് മുറിക്കുന്നില്ല, ചോപ്പിംഗ് ബോർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൈ പുകയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കയ്യിൽ പിടിച്ചിട്ട് മുറിക്കാതിരിക്കുക, നമ്മൾ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ വഴറ്റുമ്പോഴേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇത് നല്ലെണ്ണയിൽ തന്നെയാണ് വഴറ്റാൻ പോകുന്നത്. നിങ്ങൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണയിൽ വഴറ്റുക. വെളിച്ചെണ്ണ ഒഴിവാക്കായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്തുക. പിന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ കഷ്ടി ഒഴിച്ചിട്ടുള്ളൂ, ഇത്രയും മതി. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കൈകൊണ്ട് മുറിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് കളറ് മാറിപ്പോവേണ്ട ആവശ്യമില്ല. നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി വന്നാൽ മതി. പിന്നെ എൻ്റെ അടുത്ത് പലരും കമൻസിൽ ചോദിക്കാറുണ്ട്, അതുപോലെ വാട്സാപ്പ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്, ഇതെന്താണ് ഈ കറിവേപ്പില കൈ കൊണ്ട് തന്നെ മുറിച്ച് ചേർക്കുന്നത്, കത്തി ഉപയോഗിച്ച് മുറിച്ചുകൂടെ എന്നുള്ളത്. കറിവേപ്പില കത്തി ഉപയോഗിച്ചിട്ട് മുറിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ അമ്മമാരൊക്കെ പറയാറില്ലേ, കറിവേപ്പില കത്തി ഉപയോഗിച്ച് മുറിക്കരുത്, കൈ കൊണ്ടാണ് മുറിക്കുക, കറിവേപ്പിലയുടെ ഗുണങ്ങൾ പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള വിശ്വാസം വെച്ചിട്ടാണ് നമ്മൾ കറിവേപ്പില കൈ കൊണ്ട് തന്നെ മുറിക്കുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം കാര്യമുണ്ടെന്നൊന്നും അറിയില്ല, നമ്മളങ്ങനെ ശീലിച്ചു, അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു പോകുന്നു. അപ്പോൾ ഇത് എണ്ണ കൂടിയുണ്ടെങ്കിൽ നമ്മുടെ ദോശയ്ക്ക് ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണയിലെന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേറെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അതൊരു ഊത്തപ്പത്തിൻ്റെ സ്റ്റൈലാവും. അതുകൊണ്ടാണ് ഞാൻ വേറെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യാതെ ഈ രീതിയിൽ മാത്രം ചെയ്യുന്നത്. നമുക്കിത് ഊത്തപ്പായിട്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നമുക്കിപ്പോൾ ക്യാരറ്റോ തക്കാളിയോ ഒക്കെ ചേർത്തിട്ട് ഓണിയൻ ഊത്തപ്പായിട്ടോ ടൊമാറ്റോ ഊത്തപ്പായിട്ടോ അതുപോലെ തന്നെ ക്യാരറ്റ് ഊത്തപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ആഡ് ചെയ്യില്ല. നമ്മൾ ചേർക്കുമ്പോൾ തന്നെ മാവ് കുക്കാവും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂട് മാറിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ ചട്നി എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചട്നിയാണ്. ഒരു 2 തക്കാളി ഇരിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് സവോളയും ഉള്ളിയും എല്ലാം ചേർത്തിട്ട് ഒരു സിമ്പിൾ ടൊമാറ്റോ ചട്നി. അപ്പോൾ ചട്നി ആയിട്ടില്ല കേട്ടോ, ചട്നിക്കുള്ളത് വഴറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഇനി ചൂടൊന്ന് മാറിയിട്ട് വേണം അതും അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറി വരുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് അരച്ചിട്ട് 1 മണിക്കൂറായി കേട്ടോ. ഇതിലേക്ക് നമ്മളിനി നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും എല്ലാം ചേർക്കാണ്. ഒപ്പം തന്നെ നമ്മുടെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ദോശ കുറച്ച് തിക്കായിട്ടുള്ള ദോശയായിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത്. തിന്നായിട്ടുള്ള ദോശയേക്കാൾ കുറച്ചുകൂടി ബെറ്റർ അതാണ്. അപ്പോൾ ഞാനിനി വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഒരു ദോശ നമുക്ക് വെള്ളം ചേർക്കാതെ ഉണ്ടാക്കി നോക്കാം. ആദ്യം ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഉപ്പ് വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ, അതന്നെ ആവശ്യത്തിന് മതി. ഈ ഒരു കൺസിസ്റ്റൻസി കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത്. നമുക്കൊരു ദോശ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ട് മതി കേട്ടോ, അധികം വേണ്ട.
ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഒഴിക്കാൻ പോവാണ്. ഒരു കുട്ടി ദോശ ഇത്രേ ആക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഒന്ന് അടച്ചു വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചില ആളുകൾക്ക് ദോശയുടെ മേളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് കുക്കായി വരുമ്പോൾ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തിരിച്ചടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കുക്ക് ചെയ്യാം. ഈ ദോശ രണ്ട് സൈഡും കുക്ക് ചെയ്ത് എടുത്താലേ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. നമ്മൾ തട്ട് ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ദോശ അടച്ചു വെച്ചിട്ട് ഒരു 45 സെക്കൻഡ് ആയി കേട്ടോ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. ഇപ്പോൾ ഇതാ കുട്ടി കുട്ടി ഹോൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കിനി അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. കണ്ടോ, നമ്മുടെ പാൻ കേക്ക് പോലെയുള്ള ദോശ റെഡിയായി. അപ്പോൾ ആ സൈഡും ഇതുപോലെ തന്നെ ആവട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ചേർത്തിരിക്കുന്നത് ഉഴുന്നാണല്ലോ, അപ്പോൾ ഉഴുന്നുവടയുടെ ഒരു ഷെയ്ഡും കൂടി വരും നമ്മുടെ ദോശയ്ക്ക്. അപ്പോൾ ഈ തിരിച്ചിടുന്നതിന് മുന്നേ ആണ് ഞാൻ പറഞ്ഞത് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വേഗം തന്നെ കുക്കായി കിട്ടും. ഒരു സൈഡ് കുക്കായി വരാനേ സമയം എടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ദോശ കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും എണ്ണ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ദോശമാവ് ഒഴിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ദോശയും ചട്നിയും എല്ലാം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്, വളരെ സോഫ്റ്റാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെയുള്ള ദോശയാണ്. പിന്നെ ഇത് തന്നെ നമുക്ക് സെയിം പണിയാരം ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി മുളകിൻ്റെ അളവ് കൂട്ടുക എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ദോശ ഉണ്ടാക്കി കഴിച്ചു നോക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണല്ലോ. അധികം സമയം വേണ്ട. മാവ് അരയ്ക്കുക, 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കാം. പിന്നെ കുറേ സമയം മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ചു പോകും. നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന മാവ് ഉടനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പികൾ, കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.